തൃശ്ശൂരിൽ ആദ്യമായി കൃത്രിമ കാൽ നിർമ്മാണ കേന്ദ്രം ഞങ്ങളുടെ ലയൺസ് ക്ലബ് ഓഫ് തൃശ്ശൂരിന്റെ അണ്ടർടേക്കിങ്ങിൽ ഞങ്ങളുടെ ക്ലബിന്റെ തന്നെ ബിൽഡിങ്ങിൽ കേരളത്തിൽ നിന്നല്ല കൃത്രിമകാല ആവശ്യമുള്ള എല്ലാവർക്കും തന്നെ സൗജന്യമായ ലയൺസ് ക്ലബിന്റെ രീതിയിൽ നൽകുന്നതിനുള്ള കൃത്രിമക്കാൽ നിർമ്മാണ കേന്ദ്രം ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 6 മണിക്ക് നാളെ വൈകിട്ട് 6 മണിക്ക് നമ്മുടെ മന്ത്രി OJ ജനീഷ് MLA മേയർ അങ്ങനെ തൃശ്ശൂരിലെ വിശിഷ്ട വ്യക്തികളെല്ലാം തന്നെ ചേർന്ന് ലയൺസ് ക്ലബ് ഓഫ് തൃശ്ശൂരിന്റെ സ്വന്തം ബിൽഡിങ്ങിൽ ലയൺസിന്റെ മുതിർന്ന നേതാക്കൾ, ഗവർണർ, മൾട്ടിപ്പിൾ സെക്രട്ടറി അങ്ങനെ എല്ലാവരും തന്നെ ചേർന്ന് ഒരു ഉദ്ഘാടനം നാളെ കൃത്യം 6 മണിക്ക് നടത്തുന്നതായിരിക്കും. ആ ഒരു സംരംഭത്തിന് മാധ്യമപ്രവർത്തകരായ നിങ്ങളെല്ലാവരുടെയും ഒരു സമ്പൂർണ്ണ പിന്തുണ, സ്നേഹത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഫുൾ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. കാരണം ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചാൽ മാത്രമാണ് ഈ കാലിന് ആവശ്യമുള്ളവർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഞങ്ങൾക്ക് നേരിട്ട് ചെന്ന് കണ്ടുപിടിക്കുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് ഒരു മീഡിയ അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഈ മെസ്സേജ് സ്പ്രെഡ് ചെയ്യാൻ സാധിച്ചാൽ ഈ കൃത്രിമക്കാൽ ആവശ്യമുള്ള ആളുകൾക്ക് അതിനെ പറ്റിയുള്ള അറിവ് കിട്ടും. അവർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യും, ഞങ്ങളത് അതിനനുസരിച്ച് അവർക്ക് നൽകും. ഇതിൻ്റെ ഈ ഒരു സംരംഭം ആരംഭിക്കുന്നതിന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ചത് ലയൺസ് ക്ലബ് ഓഫ് തൃശ്ശൂരിൽ നിന്നുള്ള മൾട്ടിപ്പിൾ സെക്രട്ടറി ജെയിംസ് വളക്കലിയുടെ നേതൃത്വത്തിലുള്ള ഒരു വർക്കിന്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമാണിത്. അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് മൾട്ടിപ്പിൾ സെക്രട്ടറിയും അതിന്റെ കോർഡിനേറ്ററായ ജെയിംസ് വളക്കല നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ വർഷത്തിന്റെ മുൻപത്തെ വർഷം ഞാൻ ഡിസ്ട്രിക്ട് ഗവർണറായിരുന്ന കാലത്ത് ഞങ്ങളുടെ ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ട്രസ്റ്റിൽ നിന്നും 1,20,00,000 രൂപയുടെ സാമ്പത്തിക സഹായം കിട്ടുകയുണ്ടായി. അതിലെ ഒരു പ്രൊജക്റ്റാണ് 32 ലക്ഷം രൂപയുള്ള ഈ കൃത്രിമ കാൽ നിർമ്മാണ കേന്ദ്രം. നിർമ്മാണ കേന്ദ്രം ഇപ്പോഴാണ് പൂർത്തിയായത്. അതിൻ്റെ പണികളും ഒക്കെ നമ്മൾ ഈ നിർമ്മാണ കേന്ദ്രത്തിൻ്റെ പണിക്കാർ ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നൊക്കെ വരണം. അവരുടെ സഹായത്തോട് അവിടുത്തെ ഉൽപ്പന്നങ്ങൾ വെച്ചിട്ട് വേണം നമുക്ക് തുടങ്ങാൻ. ഇവിടെ അതിൻ്റെ മെറ്റീരിയലൊന്നുമില്ല. എന്തായാലും അതിനുള്ള ഒരു 6 മാസത്തെ ഒരു ഇതുണ്ടായിരുന്നു അതിന് പൂർത്തീകരിക്കാനായിട്ട്. ഈ രണ്ടാമത്തെ നിർമ്മാണ കേന്ദ്രമാണ് കേരളത്തിലെ. ഇത് പാലക്കാട് ഞങ്ങൾ ഇതിനു മുമ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഫൂട്ട് ലയൺസ് ക്ലബിൽ ഏകദേശം ഒരു 7,000 കാലുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഈ കാല് സൗജന്യമായി കൊടുക്കൽ ലയൺസിന്റെ ഒരു പ്രത്യേക പ്രൊജക്റ്റാണ്. അത് എല്ലാ ജില്ലയിലും കൊടുക്കുന്നുണ്ട്. അത് ഗവൺമെന്റിന്റെ ഒഫീഷ്യലായിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റ് ഒഫീഷ്യലായിട്ടുള്ള ബോഡികളായിട്ടും കണ്ണൂരും കോഴിക്കോടും തിരുവനന്തപുരത്തൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഈ കേന്ദ്രങ്ങളിലേക്ക് അവരെ കൊണ്ടുവരാൻ എളുപ്പമല്ല. ഈ കാലില്ലാത്തവരെ ദൂരേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പോൾ ഞങ്ങൾ പാലക്കാട്ടേക്ക് ഇവിടുന്ന് ബസ് കയറി കാലില്ലാത്തവരെ കൊണ്ടുപോയി അളവ് നോക്കി ഉണ്ടാക്കി പിന്നെ അത് മെഷർമെന്റ് എടുത്ത് പിന്നെ അത് ഇട്ട് നോക്കിയൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു കേന്ദ്രം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചത്. ഈ കാലിനെ സംബന്ധിച്ചോളം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പ്രാവശ്യം കാല് കിട്ടി കഴിഞ്ഞാൽ ആ കാല് ഒരു കൊല്ലം ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. ഒരു കൊല്ലം കഴിഞ്ഞാൽ കാല് സ്ട്രിങ് ചെയ്യും, അല്ലെങ്കിൽ കാല് വലുതാവും. ഏത് കാര്യം ഉണ്ടായാലും ആ കാല് മാറ്റണം. അപ്പോൾ അതുകൊണ്ട് കാല് എപ്പോഴും നമ്മൾ കാല് ഉപയോഗിക്കുന്നവർക്ക് തന്നെ നമ്മൾ കണ്ണട ഉപയോഗിക്കുന്ന പോലെയാണ്. അത് മാറാന്ന് പറഞ്ഞാൽ ഒരു കാല് നിർമ്മിക്കാൻ പോകണമെങ്കിൽ 40,000 50,000 ഇല്ലാണ്ട് ഒരു സ്വകാര്യ സ്ഥലത്ത് പോയിട്ട് കാലുണ്ടാക്കാൻ പറ്റില്ല. അത്ര കാശ് വരും മിനിമം. അപ്പോൾ അത് നമ്മൾ സൗജന്യമായി കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇതേപോലെ LCFന്റെ ഗ്രാന്റ് കിട്ടിയിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ഇനി ഇത് നടപ്പിലാക്കി പോകണമെങ്കിൽ സൗജന്യമായി കൊടുക്കണമെങ്കിൽ കോർപ്പറേറ്റുകളുടെ സഹായം വേണം. അതുപോലെ വിവിധ ലയൺസ് ക്ലബുകളുടെ സപ്പോർട്ടും കൂടി വേണം നമുക്കത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോർപ്പറേറ്റുകളുടെ സഹായങ്ങളൊക്കെ നമ്മൾ നേടിയിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 500 കാലിന്റെ സ്പോൺസർഷിപ്പ് ഇതിനകം തന്നെ വാക്കാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ നിർമ്മാണ കേന്ദ്രം തുടങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ അത് നമ്മൾ തുടങ്ങാനായിട്ട് ആരംഭിക്കും. നമ്മൾ ഇതിന്റെ CSR ആക്ടിവിറ്റീസുള്ള CSRന്റെ സഹായങ്ങളുള്ള ആളുകളുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ കാൽ നിർമ്മാണം പൂർത്തിയാക്കുന്നത്. ഈ ഇതിലെങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ ഒരു തൃശ്ശൂർ ഒരു മന്ന നടത്തുന്നുണ്ട്. അത് എല്ലാ ദിവസവും ഞങ്ങൾക്ക് 10,000 രൂപ ചെലവുണ്ട്. അത് എല്ലാ ദിവസവും മാറി മാറി വരുന്ന ക്ലബ്ബുകളിൽ ലയൺസ് സംഘങ്ങളിലൊക്കെ ആഘോഷങ്ങൾ, ബർത്ത്ഡേസ്, വെഡിങ് ആനിവേഴ്സറി അങ്ങനത്തെ പരിപാടികളൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളത് 3 വർഷമായിട്ട് മുന്നോട്ട് പോകുന്നത്. ശക്തല്ലേ അതേപോലെ തന്നെ ഏകദേശം ഒരു 400, ചില ദിവസങ്ങളിൽ 450 ഒക്കെ വരും.
ആ പാലക്കാട് ഇപ്പൊ ഏകദേശം നമ്മളിപ്പോ 7,000 കാല് ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പോഴും കൊടുക്കാൻ പറ്റാറൊന്നുമില്ല എല്ലാവർക്കും. വന്ന അപേക്ഷകർക്ക് മുഴുവൻ കാല് കൊടുക്കാൻ പറ്റാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് പർട്ടിക്കുലർ ആയിട്ട് കാല് പാലക്കാട് തന്നെയുള്ള ആൾക്കാർക്ക് ആവാൻ പറ്റില്ല. ചിലപ്പോ പാലക്കാടിന്റെ കുറെ അകലെ തമിഴ്നാടിന്റെ അതിർത്തിയിലേക്ക് വരും. അപ്പൊ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരലും കൊടുക്കലും ഒക്കെ പ്രായോഗിക ബുദ്ധിമുട്ടുകളാണ് ഉള്ളത്. അല്ല 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 ഇത് അല്ല അവിടെ ഒരു സാമൂഹ്യക്ഷേമ പരിപാടി ഉണ്ട്. ലയൺസ് ക്ലബ് അയ്യന്തോളിന്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അവിടെ ഈ സ്ത്രീകളെ പഠിപ്പിക്കുന്ന കേന്ദ്രമാണ്. ഓരോരോ തൊഴിലഭ്യസന കേന്ദ്രമാണ്. അവിടെ ഇങ്ങനെ തയ്യൽ മിഷൻ, തയ്യൽ പരിപാടികളൊക്കെ ഉണ്ട്. അവിടെ കാലില്ല. ഇത് സിമിത്തേരിയില്, മിഷൻ കോട്ടേഴ്സ് സിമിത്തേരിയില് ലയൺസ് ക്ലബ് തൃശ്ശൂരിൽ ഒരു 2 നില ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അതിൽ 3ാമത്തെ ബിൽഡിംഗ് നില നമ്മളിപ്പോ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് കൺസ്ട്രക്ഷൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിന്റെ താഴെയൊക്കെ ആയിട്ടുള്ള ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആ ന്യൂസ് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ വളരെ അർഹമായ 100 പേരെ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും സ്കൂളിലോ ഏതെങ്കിലും ഹാളിലോ നമ്മൾ അവരെ വിളിപ്പിക്കും. അപ്പോൾ ഇത് അളവെടുക്കാനായിട്ടുള്ള ടീം, ഇത് നിർമ്മിക്കുന്നതിന്റെ ടീം വന്ന് അവരുടെ കാല് അളവെടുക്കും. അളവെടുത്ത് കഴിഞ്ഞാൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കും. അത് കഴിഞ്ഞ് വീണ്ടും വിളിച്ചിട്ട് അത് ഇട്ട് നോക്കും. ഇടുമ്പോൾ അപ്പൊ തന്നെ ശരിയാവണം നിർബന്ധമില്ല. അപ്പൊ അത് കഴിഞ്ഞ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് ചെയ്തിട്ട് വീണ്ടും അവരെ വിളിച്ചിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ കോണ്ടാക്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ തൃശ്ശൂർ ആകുമ്പോ എന്താ വെച്ചാല് അവർക്ക് വരാനും പിടിക്കാനും തൃശ്ശൂർ ജില്ലയ്ക്ക് ഒരു സൗകര്യം ഉണ്ട്. മറ്റേ ഞങ്ങൾ ഇവിടുന്ന് പാലക്കാട്ടേക്ക് പോവാറ്. ഞാൻ ഇതിനു മുമ്പ് ഞാൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഞാൻ 100 കാലിന്റെ കാര്യം നടത്തിയിരുന്നു. കഴിഞ്ഞ കൊല്ലം ഗവർണർ 100 കാല് കൊടുത്തിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ പാലക്കാട് ചെയ്തിരുന്നു. ഇവിടുന്ന് ബസ്സിൽ നമ്മൾ പാലക്കാട്ടേക്ക് കൊണ്ടുപോകാറ്. അവിടെ കൊണ്ടുപോയിട്ട് അളവ്. ഇപ്പൊ 2ാമത്തെ യൂണിറ്റ് ആണ് ലയൺസിന്റെ. ശരിക്കും പറഞ്ഞാല് ഇത് ഇങ്ങനെ സഹായം വേണം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. ആളുകളുടെ ഈ ട്രസ്റ്റ് ഇത് ഉണ്ടാക്കാനൊക്കെ കേന്ദ്രം തുടങ്ങാനായിട്ട് ഗ്രാന്റ് കിട്ടിയിരുന്നത്. ഇപ്പോ ഗ്രാന്റ് ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഉണ്ട്. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷൻ എന്ത് കാര്യങ്ങൾക്കും നമ്മളെ സഹായിക്കാൻ നമ്മൾ നല്ല ഒരു പ്രപ്പോസൽ കൊടുത്താൽ അവർ സഹായിക്കും. അങ്ങനത്തെ പ്രപ്പോസൽ നമ്മൾ കൊടുത്താൽ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഗവർണറായിരിക്കുമ്പോൾ നമുക്ക് ഈ ട്രസ്റ്റിൽ നിന്നും 1,20,00,000 രൂപ സഹായം കിട്ടി. അതിലൊരു സഹായമാണ് ഈ 32 ലക്ഷം വരെ. ഒരു സഹായം ഒരു വീൽസ് ഓൺ മീൽസ് ഒരു വാഹനം തന്നവര് ഭക്ഷണം കൊണ്ടുപോകാനുള്ളത്. നമ്മള് അവിടെ വണ്ടി നമ്മളിലുണ്ട്. ആ വണ്ടി നമ്മളിപ്പോ ഭക്ഷണം ആവശ്യപ്പെട്ട് ആ വണ്ടിയിൽ ഭക്ഷണം മഞ്ഞേനായാലും ചപ്പാത്തി ആയാലും കൊണ്ടുപോയി നമ്മൾ കൊടുക്കും. ആ മെഷീൻ ഇപ്പൊ നമ്മളിലുണ്ട്. ആ വണ്ടി ഉണ്ട് നമ്മുടെ. പിന്നെ അതുപോലെ തന്നെ 40 ലക്ഷം ചെലവായിട്ട് ഒറ്റപ്പാലത്ത് ഒരു ഐ ഹോസ്പിറ്റല് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഗ്രാന്റ് കഴിഞ്ഞ പോലത്തെ ഗ്രാന്റ് ഞാൻ പറഞ്ഞു. വയനാട്ടിലേക്ക് നമ്മള് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് എൻ്റെ ഗവർണർഷിപ്പിൽ അവിടെ നമ്മളൊരു ആശുപത്രി പറഞ്ഞു ചൂരൽമലയിൽ. അതിന് ഇവിടുന്ന് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് 2 കോടി രൂപ സഹായം എത്തിച്ചു നമ്മൾ. അത് മൊത്തം 7 കോടി രൂപയുടെ പ്രൊജക്റ്റ് ആയിരുന്നു. ഈ വയനാടുള്ള ചൂരൽമലയിലുള്ള സൗജന്യ ഹോസ്പിറ്റൽ അത് പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനം കഴിഞ്ഞു. അവിടെ ഡയാലിസിസ് ഉണ്ട്. 5 ഡയാലിസിസ് യൂണിറ്റ് അടക്കം എല്ലാ പരിശോധനയും ഫ്രീ ആയിട്ടുള്ള മെഡിക്കൽ ആശുപത്രി ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഏകദേശം നമുക്കൊരു 10,000 രൂപ ആവറേജ് ഒരു ദിവസം എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട്. 6,000 രൂപയാണ് ഒരു ക്ലബ്ബ് നമുക്ക് സ്പോൺസർഷിപ്പ് ആയിട്ട് തരുന്നത്. എല്ലാം 10,000 രൂപയ്ക്ക് നമ്മളിപ്പോ അത് മുട്ടിപ്പോണ്ട്. വെള്ളം കരണ്ടും തരുന്നത് കോർപ്പറേഷനാണ്. സ്ഥലവും അവർക്ക് ശമ്പളവും സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഞങ്ങളാണ് ശരിക്കും. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാനാണ് ലയൺസ് ക്ലബ് പ്രസിഡന്റ്, തൃശ്ശൂരിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോണി. ഇതിന്റെ ഡിസ്ട്രിക്ട് ഗവർണർ ടി ജയകൃഷ്ണൻ എത്തിയിട്ടില്ല. അവർക്ക് ഇന്ന് ഇതേ പ്രോഗ്രാമിന്റെ തന്നെ വേറെ മീറ്റിംഗുള്ളതുകൊണ്ട് എത്താൻ സാധിച്ചിട്ടില്ല. പിന്നെ ജെയിംസ് വളപ്പില ആണ് ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചത്. ആളാണ് പ്രൊജക്ട് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് മുൻ മൾട്ടിപ്പിൾ സെക്രട്ടറി ലയൺസ് ക്ലബ് ഇന്റർനാഷണലിന്റെ. പിന്നെ സുരേഷ് വാര്യർ ഫസ്റ്റ് BDG എന്ന് പറയും. ആളും ഇന്ന് എത്താൻ സാധിച്ചില്ല. കാരണം ഗവർണർമാരുടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഇത് നേരത്തെ ആണെങ്കിൽ എത്തിയിരുന്നു. ഇപ്പോൾ ആ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് രണ്ടാൾക്കും പറ്റിയിട്ടില്ല. അതുപോലെ ആന്റണി പോട്ടക്കാരൻ
സെക്രട്ടറി, പേരില്ലാത്ത ഒരാളുള്ളൂ, ട്രഷറർ. ട്രഷറർ ആന്റണി കുന്നപ്പള്ളി. ആന്റണി കുന്നമ്പള്ളി ട്രഷറാണ്, പേരില്ലാത്ത ഒരാൾ. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണ്ടി നന്ദി പറയുന്നതിനായിട്ട് ഞാൻ സെക്രട്ടറിക്ക് കൊടുക്കുന്നു. നമുക്കിന്നിപ്പോ നാളെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന നമ്മുടെ ആ പ്രൊജക്ട് അല്ലെങ്കിൽ അതിന്റെ വർക്ക്ഷോപ്പും അതിന് വേണ്ടിയിട്ട് നമുക്ക് കണ്ടമാനം പൈസ ഗ്രാൻഡായിട്ട് ഒന്നും അത് വെച്ച് നമ്മൾ കഴിയുന്ന വിധത്തിൽ വൃത്തിയിലാക്കി എല്ലാം ആക്കിയെടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി പ്രയത്നിച്ച ഒത്തിരി പേരുടെ ലൈൻസിൽ തന്നെ നമ്മുടെ ജെയിംസ് ചേട്ടനടക്കം പ്രസിഡന്റ് എല്ലാവരും നല്ല രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇനി നിങ്ങളുടെ ഒരു സഹായം കൂടി ഉണ്ടെങ്കിലാണ് ഇനിയിപ്പോൾ ഈ സൗജന്യ കാലികൾ വരാനുള്ള നമുക്ക് ഫണ്ട് വരാനും അതുപോലെ തന്നെ ഉപഭോക്താക്കളെ വരാനും ഉള്ള ഒരു സൗകര്യം നിങ്ങളായിട്ട് ചെയ്തു തരണം. അപ്പൊ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരു നന്ദി പറയുന്നു. എല്ലാവരെയും ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രത്യേകം ക്ഷണിക്കുന്നു. നാളെ ഉച്ചതിരിഞ്ഞ് 6 മണിക്ക് വരുന്ന ചടങ്ങിലേക്ക് എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുന്നു. ഓക്കെ, താങ്ക് യു.